വിഷമിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ രാത്രി 12 മണി വരെയൊക്കെ ഈ ക്യാച്ചൊക്കെ ടൈപ്പ് ചെയ്താൽ മതി, ഇത് അമേരിക്കൻ കമ്പനി, അപ്പോൾ എല്ലാം കഴിയുമ്പോൾ എനിക്ക് ഇത്ര $3 കിട്ടും, $2-3 കിട്ടും, എനിക്ക് 100 രൂപയോ, എനിക്കിപ്പം ബിരിയാണി പോയി കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടുണ്ട്. റൈറ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അതുപോലുള്ള ഒരു സ്കാമോ ഒരു പൊട്ടത്തരോ എൻ്റെ ലൈഫ് ലോങ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്നില്ല. ലൈഫ് ലോങ്. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് മേടിച്ചിട്ട് അത് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇത്രയും രൂപ ഉണ്ടാക്കി. എന്നാ വേണ്ടേ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടില്ല. അങ്ങനെ എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്നതിൻ്റെ കൂട്ട് ഇത്രയും നാൾ നിങ്ങളിത് ആദ്യമായിട്ടല്ലല്ലോ കേരളത്തിൽ ഒരാൾ ഹൗ ടു മേക്ക് മണി എന്നുള്ള വീഡിയോ ഇറക്കുന്നത്. അല്ലല്ലോ? ആണോ? അല്ല. നിങ്ങൾ കണ്ടു കാണും, ഞാൻ തംബ്നെയിലിനകത്ത് കൊടുത്തിരിക്കുന്നത് 10 രൂപയാണ്. മനഃപൂർവ്വമാണ് ആ തംബ്നെയിലിനകത്ത് അങ്ങനെ 10 രൂപ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവത്തണം. നിങ്ങളെ എല്ലാവരും പറഞ്ഞു പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ടോ, കറക്റ്റ് 3 മാസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലാണ്, ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 10 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് പിസ്ഡ് ഓഫ് ആയിട്ടിരിക്കുക. പിസ്ഡ് ഓഫ് എന്ന് വെച്ചാൽ ഞാൻ വിഷമിച്ചിരിക്കുമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വർക്ക്, എനിക്ക് ചെയ്യാനുള്ള ടാസ്ക്, എനിക്ക് ചെയ്യാനുള്ള സ്ക്രിപ്റ്റിങ്, എനിക്ക് ചെയ്യാനുള്ള അല്ലാതുള്ള എഡ്യൂക്കേഷണൽ വർക്ക്, അല്ലാതുള്ള ഡോക്യുമെൻ്റ് വർക്ക്, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ പിസ്ഡ് ഓഫായിട്ടിരിക്കുന്ന സമയം. നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസമായി വൈഫൈ കട്ടായിട്ട്, വൈഫൈയുടെ എന്തോ മെയിൻ്റനൻസോ എന്തോ കാര്യങ്ങൾ പറഞ്ഞ് കട്ട് ചെയ്തു. എൻ്റെ നെറ്റ് ചാർജ് ചെയ്തിട്ടില്ല. വൈഫൈ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീട്ടിൽ നെറ്റ് ചാർജ് ചെയ്യത്തില്ല. ഐ എം എ ഗ്രോൺ ആസ് മാൻ, റൈറ്റ്? ഞാൻ വലുതായൊരു ചെറുക്കനാണ്. ഇനി എങ്ങനെയാണ് വീട്ടുകാരോട് എപ്പോഴും പൈസ ചോദിക്കുന്നത്? പേഴ്സണലി നിങ്ങളുടെ കൂട്ടല്ല ഞാൻ. എനിക്ക് വീട്ടുകാരോട് പൈസ ചോദിക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അതുകൊണ്ട് വീട്ടുകാരോട് പൈസ ചോദിച്ചില്ല. ഞാൻ എന്നിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഇരുന്നു, ഓക്കെ, എനിക്ക് ചെയ്യാനുള്ള ടാസ്ക് കുറേ ഉണ്ട്, എനിക്ക് നെറ്റില്ലാതെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. സോ സിസ്റ്റത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വൈഫൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിറ്റേ ദിവസം തന്നെ വെക്കമുള്ള കുറേ ഡോക്യുമെൻ്റ് ഉണ്ട്. സോ ഇത് കാര്യങ്ങളെല്ലാം ഞാൻ ആലോചിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. എന്തോ ചെയ്യും, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? ഞാൻ വീട്ടുകാരോട് ചോദിച്ച് നാണക്കേടല്ലേ, ചോദിച്ചാൽ അവർ തന്നില്ലെങ്കിൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്? എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഞാൻ എന്നിട്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം? ഞാൻ നേരെ താഴെ പോയി അമ്മ കാണാതെ അമ്മയുടെ കയ്യിൽ നിന്ന് വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് തന്നെ ഇച്ചിരി നെറ്റേ ഉള്ളൂ. റൈറ്റ്? 1.5 GB കണ്ടത് എപ്പോഴേ കഴിഞ്ഞാണ്. സമയം ഇത്രയായില്ലേ. ഞാൻ എന്നിട്ട് എൻ്റെ ഫോൺ എടുത്തു, അതിനകത്ത് ജിപേ എടുത്തു. ജിപേ ഞാൻ ബാങ്ക് ബാലൻസ് നോക്കിയെൻ്റെ. അന്ന് എൻ്റെ ബാങ്ക് ബാലൻസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. 1 രൂപ പോലും, എങ്ങനെ 1 രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ ആ സമയത്തില്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എൻ്റെ അവസ്ഥ. എനിക്ക് നിങ്ങളോട് പറയാൻ നാണക്കേട് തന്നെ ഉണ്ട്. റിയലി ഫുള്ളി ഗ്രോൺ ആയിട്ടൊരു മെന്നാണ് ഞാൻ. അവരുടെ സിസ്റ്റത്തിൽ, അവരുടെ കംഫോർട്ടിൽ, അവരുടെ വാത്സല്യത്തിൽ ഇങ്ങനെ കംഫോർട്ടായിട്ട് പോയിക്കൊണ്ടിരുന്നു. ബട്ട് ആ സമയത്താണ് എനിക്കൊരു കാര്യം ഹിറ്റ് ചെയ്തത്. റിയലി ആയിട്ടൊരു കാര്യം ഹിറ്റ് ചെയ്തത്. എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. എൻ്റെ ജിപേയിൽ 1 രൂപ പോലും ഇല്ല. നമുക്കിങ്ങനെയുള്ള സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് നിങ്ങൾ സ്ഥിരം കാണുന്ന യൂട്യൂബർ അല്ല. ഞാൻ ഇവിടെ എനിക്ക് ജസ്റ്റ് വ്യൂ കൂട്ടാൻ വേണ്ടി മാത്രം വീഡിയോ എടുക്കുന്ന ഒരാളല്ല. അത് നിങ്ങൾക്ക് നല്ലോണം റിയലി അറിയാവുന്ന കാര്യമാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിലെ ഏറ്റവും വൺ ഓഫ് ദ പ്രധാനപ്പെട്ട വീഡിയോ ആയി മാറാൻ പോകുന്ന വീഡിയോസാണ്. ഈ ടോപ്പിക്കിൽ നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ വീഡിയോ എൻ്റെ ചാനലിലെ, എൻ്റെ യൂട്യൂബ് കരിയറിലെ തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തുമായിരിക്കും? ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യുന്നത് എന്തുമായിരിക്കും? ഞാൻ ആ സമയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നായിരിക്കും ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂട്ട് യൂട്യൂബിൽ കയറി ഹൗ ടു മേക്ക് മണി എന്നായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. റൈറ്റ്? അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു മണി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഓൺലൈനിൽ മണി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാതെ മണി ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൈസ മതി എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. റൈറ്റ്? സോ അവർക്കുള്ള വീഡിയോ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. സീരീസ് ഓഫ് ഹൗ ടു മേക്ക് മണി ഫ്രം സീറോ എന്നുള്ള വീഡിയോസ് ആയിരിക്കും ഇനി ഓരോ വീക്കിലും വരാൻ പോകുന്നത്. അത് നമ്മളൊരു പ്ലേലിസ്റ്റാക്കി ലോങ് ടൈമിലേക്കുള്ളൊരു പ്ലേലിസ്റ്റാക്കിയാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം സീറോ, ബോട്ടം സീറോ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, റാറ്റായിട്ട് മൈൻഡ് സെറ്റുള്ള എത്ര പേരുണ്ട് ഇപ്പോൾ കേരളത്തിൽ? റൈറ്റ്?
അവന് കുറേ കാര്യങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവന് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവനൊരു ഷൂ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവന് ഉടുപ്പ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ്റെ ഫോൺ റീചാർജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു വീഡിയോസ്, മണി മേക്കിൻ്റെ വീഡിയോസ് പ്ലേലിസ്റ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. ഏത് സമയത്ത് നിങ്ങൾ കണ്ടാലും ഇത് റിലവൻ്റ് ആയിരിക്കുന്ന പ്ലേലിസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് ഡോപ്പമിൻ ഡീറ്റോക്സിൻ്റെയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക്, ഫുള്ളി നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഈ ഒറ്റ വീഡിയോ കൊണ്ട് ചേഞ്ച് ആവുമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ പൊട്ടം യൂട്യൂബറിൻ്റെ കൂട്ടുള്ള ഗെയിം കളിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. റിയലി ഹാർഡായിട്ട് ടാസ്ക് എടുത്ത് എഴുതി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് 100% നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട്, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട്, നിങ്ങളുടെ ഡിസിപ്ലിൻ കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ യു വിൽ വിൻ. ഞാൻ ഇവിടെ ഒരു അഫിലിയേറ്റ് ലിങ്കോ, ഒരു മാർക്കറ്റിങ്ങോ, ഒരു ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനോ പോകുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കോച്ചിങ് കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെനിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയക്കുന്നത്, അങ്ങനെ പറയുന്നവർക്ക് വേണം താല്പര്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതും ഞാൻ ആദ്യം ഫ്രീ ആയിട്ട് ഗൂഗിൾ മീറ്റിംഗ് കോൾ ചെയ്യും. എനിക്ക് അവർ കംഫർട്ടബിൾ ആണെന്ന് നോക്കും, അവരുടെ എൻ്റെ ടൈം ഷെഡ്യൂൾ കറക്റ്റായിട്ട് വർക്കും നോക്കും, നമുക്ക് ഒരു മാസം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. സോ ഇതെല്ലാം നോക്കിയിട്ട് ഒരു 1000 rupees ബിലോയിലാണ് എൻ്റെ ഫീ വരുന്നത്, റൈറ്റ്? സോ ഞാനപ്പോൾ ആലോചിച്ചൊരു കാര്യം, അത് ഞാൻ ഇന്ന് ഡീപ്പ് സെക്ഷനിൽ ഇരുന്നപ്പോഴാണ് ഞാൻ അത് റിയലി ആലോചിച്ചത്. ഓക്കെ, ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടോ എങ്ങും പുഷ് ചെയ്തിട്ടോ ഒന്നുമില്ല. ഞാൻ നിങ്ങൾ പോയി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയും വേണ്ട, നിങ്ങൾക്ക് ഒരു ലിങ്കും കിട്ടാനും പോകുന്നില്ല, റൈറ്റ്? അതിൻ്റെ ആവശ്യമില്ല. ബട്ട് എന്നാലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞവർക്ക് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, റൈറ്റ്? എനിക്ക് 10 പേര് ആൾക്കാരെ മതി. ഇപ്പം തന്നെ എനിക്ക് 3 പേരുണ്ട്, റൈറ്റ്? സോ ഒരു മാസം എനിക്ക് 10 പേര് മതി. തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു മൈൻഡ് സെറ്റ്, ഇത് ഞാൻ പറയുമ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഐ ഡോണ്ട് റിയലി കെയർ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ബ്രോ, നമ്മളെല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മളെ എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, ഓ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്, അവൻ സ്കാമറാണ്, ഇവൻ സ്കാമറാണ്, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്, ആ കാര്യത്തിൽ പോകരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. ആ ഒരു എസ്പെഷ്യലി മലയാളികൾക്ക് ആ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം. ഞാൻ എൻ്റെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്, അതിൻ്റെ ഫുൾ കോൺഫിഡൻസും അതിൻ്റെ ഗട്ട് ഫീലിങ്ങും എനിക്കുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇത്ര കോൺഫിഡൻസോടെ, ഇപ്പോൾ സമയം 11:30 രാത്രിയിൽ, ഇപ്പോഴും ഞാനിരുന്ന് വർക്ക് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നത് ആ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കാരണമാണ്. ഞാൻ തിങ്ക് ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ, ബ്രോ. എൻ്റെ ഒരു യങ്ങർ സെൽഫാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അവന് സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അവന് ചിലപ്പം 100 രൂപ പോലും അവൻ്റെ എടുക്കാൻ കാണത്തില്ല. അവൻ ചിലപ്പം എൻ്റെ അവൻ്റെ ഇപ്പം ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 10 രൂപയോ 20 രൂപയോ, ഈവൻ 1 രൂപ പോലും കാണത്തില്ല. അങ്ങനെ ഒരാൾ എങ്ങനെ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയാലും, അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ് ബിൽഡ് ചെയ്താലും എങ്ങനെ അവൻ മേടിക്കും എന്നാണ് ഞാൻ റിയലി തിങ്ക് ചെയ്തത്, റൈറ്റ്? സോ അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ആദ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന വീഡിയോ ആണിത്, റൈറ്റ്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇറക്കാൻ പോകുന്നത്. ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് റിപ്പീറ്റ് ആയിട്ട് പറയുന്നു, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ലോങ് ടൈം വീഡിയോ ആയിരിക്കും. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഇട്ട് നിറയ്ക്കാൻ പറ്റുന്നൊരു കണ്ടന്റ് മാത്രം ആയിരിക്കത്തില്ല. ഓരോ വീക്കിലും ഇതിനകത്ത് നിന്ന് ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുക, അത് എഴുതി വെക്കുക ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. ഡു യു ഗെറ്റ് മീ? അല്ലാതെ ഞാൻ ഇവിടെ കുറ്റിയിരുന്ന് നിങ്ങളുടെ യൂട്യൂബറിൻ്റെ കൂട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള യൂട്യൂബർ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ പറ്റിക്കുന്നവന്മാർ, പകുതിക്ക് ഒരു ആഡ് നിന്നിട്ട്, ബ്രോ താഴത്തെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓഫ് കിട്ടും കേട്ടോ, 50% ഓഫ് കിട്ടും എന്ന് പറഞ്ഞ് അതും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്ത് വിമാനം ഇങ്ങനെ പൊങ്ങുമ്പോൾ കണ്ടോ എനിക്ക് പൈസ വന്നു കേട്ടോ, എനിക്ക് പൈസ വന്നു പറയുന്ന പൊട്ടൻ അല്ല ഞാൻ, റൈറ്റ്? എൻ്റെ ഒരിക്കലും ഞാൻ ഇതുപോലുള്ള സാമാനങ്ങൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരുമോ, അത് ചെയ്യാനോ അതിനകത്ത് കയറി ക്ലിക്ക് ചെയ്യാനോ ഞാൻ പറയത്തില്ല. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. കാരണം ഐ ബിൻ ദെയർ, റൈറ്റ്? ഞാൻ അവിടെ ഇതുപോലെ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നതിലൂടെ ഞാനിങ്ങനെ ഓരോരുത്തന്മാരുടെ പൊട്ടന്മാരുടെ വീഡിയോ കേരളത്തിലുള്ളവന്മാരെ കണ്ടിട്ടുണ്ട്. ഓ എനിക്ക് പൈസ കിട്ടും, ഇത് ഞാൻ ചെയ്താൽ എനിക്ക് പൈസ കിട്ടും. ഞാൻ വിഷമിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ രാത്രി 12 മണി വരെയൊക്കെ ഈ ക്യാച്ചൊക്കെ ടൈപ്പ് ചെയ്താൽ മതി, ഇത് കമ്പനി ചെയ്താൽ ഇത് അമേരിക്കൻ കമ്പനി, അപ്പോൾ എല്ലാം കഴിയുമ്പോൾ എനിക്ക് ഇത്ര $, കിട്ടും, $2-3 കിട്ടും, എനിക്ക് 100 രൂപയോ, എനിക്കിപ്പം ബിരിയാണി പോയി കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടുണ്ട്, റൈറ്റ്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അതുപോലുള്ള ഒരു സ്കാമോ ഒരു പൊട്ടത്തരോ എൻ്റെ ലൈഫ് ലോങ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്നില്ല. ലൈഫ് ലോങ്.
സോ നിങ്ങൾ ഒരു കാര്യം മാത്രമേ എനിക്ക് വേണ്ടി ചെയ്താൽ മതി, ഒരു കാര്യം മാത്രം. നിങ്ങൾ ഫുൾ അറ്റൻഷൻ ഈ വീഡിയോക്ക് കൊടുക്കുക. ഇനിയും വരാൻ പോകുന്ന എല്ലാ വീഡിയോസിനും ഫുൾ അറ്റൻഷൻ കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ആക്ഷൻ ഏറ്റെടുത്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ബ്രോ. ഐ എം റിയലി ടോക്കിംഗ് ടു യു. ഐ എം റിയലി ടോക്കിംഗ് ടു യുവർ ഹാർട്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഹാർഡാണ്, അത് ആദ്യം ചെയ്യാൻ പാടാണ്, നിങ്ങൾക്ക് കുറേ വിഷമം വരും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെല്ലാവരും നെഗറ്റീവ് എന്ന് പറയാം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും കളിയാക്കും, ഇതെല്ലാം ഉണ്ടാവും. ബട്ട് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണ്. നമുക്കൊരു ഗോളുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് ഭ്രാന്തുണ്ടായിട്ടോ എനിക്ക് വട്ടുണ്ടായിട്ടോ ഇല്ല, ഈ 11 ഈ സാറ്റർഡേ നൈറ്റ് ഞാൻ എൻ്റെ റാറ്റ് ജോബും കഴിഞ്ഞ് ജിമ്മും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഡു യു ഗെറ്റ് മീ? സോ വി വിൽ വിൻ. We will win. Don't worry about it. Don't worry about it. We will win. നിങ്ങൾ കണ്ടു കാണും, ഞാൻ തംബ്നെയിലിനകത്ത് കൊടുത്തിരിക്കുന്നത് 10 രൂപയാണ്. മനഃപൂർവ്വമാണ് ആ തംബ്നെയിലിനകത്ത് അങ്ങനെ 10 രൂപ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തോളാണ്. നിങ്ങളെ എല്ലാവരും പറഞ്ഞു പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ചുമ്മാ കൊടുത്തേക്കുന്നതല്ല, ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ചുമ്മാ കൊടുത്തേക്കുന്നതല്ല ആ 10 രൂപ. ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കെല്ലാവരും ഇപ്പോൾ തന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മളെല്ലാം ഈ യൂട്യൂബർകാരന്മാർ പറ്റിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ, ഹൗ ടു മേക്ക് മണി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കുറേമാർ വരുമല്ലോ. ഡ്രോപ്പ് ഷിപ്പിംഗ്, കളർ പ്രിൻറ്റിങ്, ഇത് കളർ ട്രേഡിങ് എന്നൊക്കെ കോപ്പുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞു വരുന്നവന്മാരുണ്ടല്ലോ. ഇവന്മാരുടെയൊക്കെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇവന്മാർ പറയുന്നത്, ബ്രോ ഞാൻ ആദ്യം ബ്രോക്കായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് 15,000 രൂപ കിട്ടി എന്നൊക്കെ പൊട്ടത്തരമാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ കണ്ടോ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം, ലിങ്ക് ഇവിടെ ഉണ്ട്, 50% ഓഫ് ഉണ്ട് കേട്ടോ, ഓഫ് എന്നൊക്കെ പറഞ്ഞ് കുറേമാർ വരുമല്ലോ. ഇവന്മാർ ബേസിക്കലി നിങ്ങളോട് ചെയ്യുന്നൊരു മണ്ടത്തരവും തെറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആദ്യം സെല്ല് ചെയ്യിപ്പിക്കുകയാണ്. എന്ത് സെല്ല് ചെയ്യിപ്പിക്കുന്നു? നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ വിചാരിക്കും, ഇപ്പം ഞാൻ ഇത് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ എനിക്ക് 15,000 രൂപ കിട്ടും. ആ 15,000 രൂപ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഈ കാര്യം മേടിക്കാം, ഈ കാര്യം, ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് തിങ്ക് ചെയ്യത്തില്ലേ? സ്വാഭാവികമായിട്ട് തിങ്ക് ചെയ്യും. ബ്രോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 15,000 രൂപയല്ല നിങ്ങളെ ലക്ഷ്യമായിട്ട് വെക്കേണ്ടത്. നിങ്ങൾ 1,00,000 രൂപയല്ല നിങ്ങളുടെ ലക്ഷ്യമായിട്ട് വെക്കേണ്ടത്. നിങ്ങൾ 500 രൂപയല്ല നിങ്ങളുടെ ലക്ഷ്യമായിട്ട് വെക്കേണ്ടത്. നിങ്ങൾ 100 രൂപയല്ല നിങ്ങളുടെ ലക്ഷ്യമായിട്ട് വെക്കേണ്ടത്. നിങ്ങൾ വെറും 10 രൂപയാണ് നിങ്ങളുടെ ലക്ഷ്യമായിട്ട് വെക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ മൈൻഡ് തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, എന്ത് യൂട്യൂബറാണ്, ഇവനെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? 10 രൂപ ആർക്കായി? 10 രൂപയാണ് ഞാൻ ഇപ്പം നിനക്ക് തരാം എന്നായിരിക്കും നീ തിങ്ക് ചെയ്യുന്നില്ലേ? എന്നായിരിക്കും നീ തിങ്ക് ചെയ്യുന്നത്? നിനക്ക് 1 കോടി രൂപ വേണം അല്ലേ? ഇപ്പം തന്നെ ഓൺലൈനിൽ കൂടെ ഉണ്ടാക്കും. ബ്രോ, നിങ്ങൾ എന്നെ ബിലീവ് ചെയ്യൂ, ഞാൻ നിങ്ങളോട് ഇത് ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ആദ്യം എയിം ചെയ്യേണ്ടത് വെറും 10 രൂപയാണ്. ബ്രോ, നിങ്ങൾക്ക് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളിത് ഭയങ്കരമായിട്ട് നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് പറയും, ഇല്ല ബ്രോ 10 രൂപ എന്തിനാ, എനിക്ക് എന്തിനാ 10 രൂപ? ഞാൻ വേണമെങ്കിൽ ബ്രോയുടെ GPay നമ്പർ പറയാം, എനിക്ക് 10 രൂപ, എനിക്ക് നിങ്ങളുടെ 10 രൂപ ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ 10 രൂപ വേണ്ട, നിങ്ങളുടെ ഒരു പൈസ എനിക്ക് വേണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായതല്ല, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. റൈറ്റ്? ഞാൻ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന അലയ്ക്കുന്ന ഒരാളാണ്. ബട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്നതും, നിങ്ങളോട് എല്ലാവരും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതും, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നതും, 1,00,000 രൂപ ഉണ്ടാക്കണം, 30,000 രൂപ ഉണ്ടാക്കണം, എങ്ങനെ പറ്റുമെന്നാണ് നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, എനിക്കും അറിയാം, അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടൊരു സംഖ്യ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും, നമ്മൾ അതിനകത്ത് പോയി കയറും. അതിനുവേണ്ടി മാത്രമാണ് ഇവന്മാരിങ്ങനെ ചെയ്യുന്നത്. റൈറ്റ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനും ചിലപ്പോൾ ഒരു നാൾ ക്ലിക്ക് ബൈറ്റ് ടൈറ്റിലായിട്ട് കൊടുക്കുമായിരിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും പൊട്ടത്തരം പറയത്തില്ല. 1 വീക്കിൽ നിങ്ങൾക്ക് 10,000 രൂപ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള കാരണവും പ്രൂഫും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും ജെനുവിൻലി. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. മേ ബി ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, ബട്ട് നോട്ട് നൗ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോസിൽ, ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറേ ബേസിക് മൈൻഡ് സെറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരികയാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ നമ്മുടെ അംഗൻവാടിയിലോ നമ്മൾ UKG തൊട്ട് അംഗൻവാടി 1 തൊട്ട് 2 തൊട്ട് 6 തൊട്ട് 10 തൊട്ട് 12 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരിടത്തും നമ്മളെ ബയോളജി പഠിപ്പിച്ചിട്ടുണ്ട്, സെക്സിന്റെ പകുതി ഭാഗം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയമായപ്പോൾ ആ ടീച്ചർ അത് പറയാതിരുന്നിട്ടുണ്ട്, നമ്മളത് ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. നമ്മളെ സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ട്രിഗ്നോമെട്രി പഠിപ്പിച്ചിട്ടുണ്ട്, സൈൻ കോസ് തീറ്റ എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഫിനാൻഷ്യൽ അഡ്വൈസ്, ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഹൗ ടു മാനേജ് യുവർ മണി എന്ന് മാത്രം ആരും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി അത് പഠിപ്പിക്കാനും പോകുന്നില്ല. ബിക്കോസ് അവർക്ക് വേണ്ടത്, ആ സിസ്റ്റത്തിന് വേണ്ടത്, മെട്രിക്സ് ഒരു റിയൽ തിങ് ആണ്.
ആ കാര്യത്തിന് വേണ്ടത് നിങ്ങളെ ഒരു റാറ്റായിട്ട് ആണ്. റൈറ്റ്, നിങ്ങളെ ഒരു റാറ്റായിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ മൈൻഡ് സെറ്റ് എഴുതി വെക്കുക. നിങ്ങൾ ചുമ്മാ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ഇത് എഴുതി വെക്കുക. നമ്പർ 1, don't aim for 1000 rupees, 1 lakh rupees. No. Aim for just 10 rupees. എങ്ങനെ നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ പൈസ 10 രൂപ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ നിങ്ങളോട് പറയുന്നത് 10 രൂപ ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. ഞാൻ പറയുന്നത് അതാണ് നിങ്ങളുടെ ലക്ഷ്യം. 10 രൂപ. എങ്ങനെ നിങ്ങൾ 10 രൂപ ഉണ്ടാക്കും? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. ഗീവ് മീ ആൻസർ. എങ്ങനെ നിങ്ങൾ 10 രൂപ ഉണ്ടാക്കും? ഉത്തരവുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, എനിക്ക് നിങ്ങൾക്ക് 10 രൂപ അയച്ചു തരണമെന്നുണ്ട്. ഞാൻ എങ്ങനെ അയച്ചു തരും? എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് തരാനുള്ളത്? എനിക്ക് എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത്? ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ആ പൈസ അയച്ചു തരും? എൻ്റെ 10 രൂപ ഉണ്ട്. ഓക്കെ, എൻ്റെ 10 രൂപ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരണം. ഞാൻ എങ്ങനെ അയച്ചു തരും? നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ നിങ്ങളുടെ? ഇല്ല. ഓ, നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യും. ഓ, നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യില്ലേ? പുതിയ വീഡിയോ അതോ കളർ പ്രഡിക്ഷൻ ചെയ്യും? ഓ, കളർ ട്രേഡിങ്. റൈറ്റ്. ഓ, കളർ ട്രേഡിങ് അല്ലേ? അത് ചെയ്തിട്ട് രക്ഷപ്പെടും. അത് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പോവാ? ഡോണ്ട് ബൈ ദിസ് തിങ് ബ്രോ. ഡോണ്ട് ഈവൻ ഫക്കിംഗ് ബൈ ദിസ് തിങ്. ഇൻസ്റ്റാൾ എ മൈൻഡ് സെറ്റ്. ഞാൻ 10,000 രൂപയല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ 1,00,000 രൂപയല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് 10 രൂപയാണ്. 10 രൂപ. എന്തെന്ന് വെച്ചാൽ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ ഭയങ്കരമായി ലോങ് ടൈമിലേക്ക് എയിം ചെയ്യും. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എവിടെ വെച്ച് നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പൈസ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യും. റൈറ്റ്, അതിനകത്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ തുടങ്ങും. ഉണ്ടാക്കാൻ ഉറപ്പായിട്ട് തുടങ്ങും. ഈ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ തുടങ്ങും. ബിക്കോസ് ഞാൻ ഇതിനകത്ത് എൻ്റെ ബ്ലഡ് പുട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇറ്റ് വിൽ വർക്ക്. പീരീഡ് ഓറിയോൺ. ഇറ്റ് വിൽ വർക്ക്. ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യൂ. ഇത് നിങ്ങൾക്ക് ഏറ്റവും നമ്പർ 1 റൂളാണ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ആദ്യം എനിക്ക് സംഭവിച്ചത്. ഞാൻ ആ വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, എനിക്ക് വൈഫൈ ഉണ്ട്, എനിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് പോകുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ്. എനിക്ക് ആവശ്യത്തിനൊരു കാര്യം മേടിക്കാൻ എനിക്ക് പൈസ ഇല്ലെങ്കിലും, എനിക്ക് ആവശ്യത്തിന് സിനിമയ്ക്ക് പോകാൻ എനിക്ക് പൈസ ഇല്ലെങ്കിലും, എനിക്ക് ആവശ്യത്തിന് എനിക്ക് ഫുഡ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും ഞാൻ കംഫർട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കുന്നത്, നിങ്ങൾ കംഫർട്ടബിൾ ആണ് ബ്രോ. നിങ്ങൾക്ക് 15 വയസ്സാണല്ലോ, നിങ്ങൾക്ക് 16 വയസ്സാണല്ലോ, നിങ്ങൾക്ക് 20 വയസ്സാണല്ലോ, 25 വയസ്സാണല്ലോ, 35 വയസ്സാണല്ലോ, ഈവൻ നിങ്ങൾ കല്യാണം കഴിച്ച ഒരു കൊച്ചുമുണ്ട്, നിങ്ങൾ ട്രാപ്ഡായി ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇറ്റ് വിൽ വർക്ക്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കംഫോർട്ട് സോണിൽ നിന്നും എസ്കേപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കംഫോർട്ട് സോണിലാണ്, അതുകൊണ്ടാണ് നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റാത്തത് എന്ന് റിയാലിറ്റി മനസ്സിലാക്കുക. ഇപ്പോൾ കുറേ പേർ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മക്ക് പൈസ ഉള്ളവരാണ്, അവരെല്ലാം ഗവൺമെൻറ് ജോലി ഉള്ളവരാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് എന്ത് പൈസ വെച്ചാലും എനിക്ക് ഐഫോൺ ഉണ്ട്, എനിക്ക് ബൈക്കുണ്ട്. നാണമുണ്ടോ? നാണമുണ്ടോ വീട്ടുകാരുടെ പൈസയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ? നാണമുണ്ടോ? നീ ഇത്രയും വളർന്നില്ലേ? റൈറ്റ്, ഇത്രയും വളർന്നില്ലേ? എന്തുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, എനിക്കിത് പറയാനുള്ള 100% അധികാരമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാത്ത ഒരാളാണ്. എനിക്ക് പൈസ മേടിക്കാൻ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, എനിക്ക് പൈസ മേടിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. നിങ്ങൾ ഈ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വളരാൻ പറ്റത്തില്ല. ഒരു കാര്യവും അവർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. ഈവൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അടുത്തടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ, അടുത്ത വീഡിയോസിലൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവരോട് ചോദിച്ചാൽ അവർ പറയും, വേണ്ട മോനെ, അതിനൊന്നും ആവശ്യമില്ല, മോൻ ഇതാണോ വേണ്ടത്, തരും, എങ്ങനെയെങ്കിലും തരും. റൈറ്റ്. സോ ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കംഫോർട്ട് സോണാണ് അത്. അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂ നിങ്ങളുടെ ഈ ബാഡ് ലൈഫിൽ നിന്നും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് എഴുതിയെടുക്കണം, ഇത് ഭയങ്കരമായി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട റൂൾസാണ് നിങ്ങളുടെ ലൈഫിൽ ബ്രോ. മൂന്നാമത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റാണ് സ്റ്റോപ്പ് ഫുള്ളി ബിലീവിങ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. വൈ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്?
എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ ഇത്രയും നാളായിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇത് പഠിച്ചിട്ട് ഞാനൊരു കോഴ്സ് ചെയ്തിട്ട് ഞാൻ അതിനകത്തുനിന്ന് ഗ്രേഡ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ട് യൂണിവേഴ്സിറ്റിയൊക്കെ അപ്രൂവ് ചെയ്തിട്ട് ഒരു സ്കില്ലും ഇല്ലാതെ അവന്മാർ പറയുന്ന കുറേ അപ്പൂപ്പൻ്റെയും കാലത്ത് പഠിച്ച തിയറി കുറേ ഇങ്ങനെ ഛർദ്ദിച്ച് പേപ്പറിൽ വെച്ച് എഞ്ചിനീയറിംഗ് പാസ്സായി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, യു ഡോണ്ട് ഹാവ് എ സ്കില്ലില്ലെങ്കിൽ വാല്യൂ ഇല്ലെങ്കിൽ എന്തിനാണ് ഈവൻ ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നത്? സോ ആ ഒരു ബിലീഫ് സിസ്റ്റം നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടത് എഡ്യൂക്കേഷൻ അല്ല. നിങ്ങൾക്ക് പ്ലസ് ടു വരെ മിനിമം വേണം, റൈറ്റ്, ഇറ്റ്സ് ഗുഡ്, ആൻഡ് ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടത് സ്കില്ലാണ്. ഇഫ് യു ഹാവ് സ്കിൽ ഇറ്റ് വിൽ സെൽ. ഇഫ് യു ഡോണ്ട് ഹാവ് സ്കിൽ യു കനോട്ട് സെൽ. ഒരു ബ്ലാക്ക് മാജിക്കോ ഒന്നുമല്ല ഇത്. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നതോടെ ഓക്കെ, ഗുഡ് തിങ്. നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പഠിക്കാം, നിങ്ങൾക്ക് ഡോക്ടർ ആവാം, എല്ലാം തന്നെയാണ്. ബട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഒരു ആവശ്യത്തിന് നിങ്ങൾ ജസ്റ്റ് പിള്ളേരോടൊന്ന് കറങ്ങാൻ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോണിൻ്റെ ഒരു കവർ മേടിക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് മേടിക്കാൻ നിങ്ങളുടെ പൈസ ഉണ്ടോ? കൂടുതലൊന്നും ചോദിക്കുന്നത്, ഒരു മാസം നിങ്ങൾ 5000 രൂപയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ചിലവിന് വേണ്ടി, നിങ്ങളുടെ ഒരു കാര്യങ്ങൾ റൺ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ടോ? 1000 രൂപ ഒരു മാസം ഇല്ല. സോ മനസ്സിലാക്കുക, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡുണ്ട്, നമുക്ക് ടൈമുണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. ബട്ട് ആ സമയത്ത് നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ, ആ സമയത്ത് ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആകും ബ്രോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇപ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോബ് സിസ്റ്റത്തിലാണെങ്കിൽ അതിനകത്ത് കിട്ടുന്ന എക്സ്ട്രാ ടൈം എടുത്ത് ഇതുപോലുള്ള വീഡിയോസ് കണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഫെയിൽ 100%. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. സോ ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പറയുന്നു, യൂട്യൂബർ എന്ന് പറയുന്നത്, ഓ ബ്രോ ഇത് ഡൗൺലോഡ് ഇത് 50% നിങ്ങൾക്ക് ഓഫ് ഉണ്ട്, അല്ലെങ്കിൽ വല്ലവൻ്റെ വേറൊരുത്തൻ്റെ കമ്പനി, ഒരു യൂട്യൂബർ വന്നിട്ട് വേറൊരുത്തൻ്റെ കമ്പനി അവൻ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, പ്രൊമോഷനാണ്, അതാണ് എനിക്ക് മനസ്സിലായി. ബട്ട് ഈ സ്കാം ആപ്പൊക്കെ നിങ്ങളെ കൊണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നു, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? അവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കെല്ലാവർക്കും മണി വേണം, അത് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം, എല്ലാം ചെയ്യണം ആഗ്രഹമുണ്ട്, റൈറ്റ്. എന്നു കരുതി നിങ്ങൾ ഏതെങ്കിലും ഫേക്ക് കാര്യങ്ങൾ കേട്ട് കുറേ അവന്മാരുണ്ടല്ലോ, ക്യാപ്ച ചെയ്താൽ മതി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്താൽ മതി, നിങ്ങൾ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കുറേ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും അവന്മാരുണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് എവിടെയെങ്കിലും അവന്മാരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്ന പൈസ വല്ലതും എടുത്തിട്ട് സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് മാത്രമാണ്. റൈറ്റ്, I am telling you guys. So fuck them. കാരണം നിങ്ങളുടെ കൂട്ട് ഞാൻ ഒന്നും കൂടെ പറയുന്നത്, എനിക്ക് അത്രമാത്രം ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നതാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇരുന്നിട്ടുണ്ട് ബ്രോ, ഞാൻ ഉറക്കമുളച്ചിരുന്നിട്ടുണ്ട്. എനിക്കിത് ചെയ്താൽ, ഞാൻ പേരെനിക്ക് വരുന്നുണ്ട്, കുറേ അവന്മാരുടെ പേരെനിക്ക് വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അത് വേണ്ട, പോട്ടെ. സോ മനസ്സിലാക്കുക ബ്രോ, ഡോണ്ട് ബിലീവ് ഇൻ ദം. അതിനകത്ത് നല്ലവന്മാരും ഉണ്ട്, എനിക്കറിയാം, നല്ലവന്മാരും ഉണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഹൗ ടു മേക്ക് മണി ഇൻ ഓൺലൈൻ, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് മണി 5000 രൂപ ഇങ്ങനെ കാണിച്ചൊക്കെ ഇടുന്നത് വെറുതെ അവന്മാരുടെ ഏതെങ്കിലും ലിങ്കിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ചിട്ട് അവന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. സോ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളുള്ള മൈൻഡ് സെറ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. വേറെ ഒരു വഴിയും ഇല്ല. അഞ്ചാമത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ കണ്ടിന്യൂസ്ലി വീഡിയോ പ്ലേലിസ്റ്റ് ആക്കാൻ പോകുന്ന ഈ മണി സീരീസിനകത്ത് നിങ്ങൾ ഇത് കണ്ടിട്ട് യു ക്യാൻ ഹേറ്റ് മീ ഓർ യു ക്യാൻ ലവ് മീ, രണ്ടും ഓക്കെയാണ്. ബട്ട് ഐ ഡോണ്ട് റിയലി കെയർ. ഒരു കാര്യം മാത്രം ഞാൻ കെയർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ ഇതുവരെ ഞാൻ ഇതാണ് ബ്രോ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ഇതാണ് ബ്രോ ചെയ്യാൻ പോകുന്നത്, എനിക്ക് റീസെല്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് കളർ പ്രഡിക്ഷൻ ആണ്. റീസെല്ലിംഗ് നല്ലതാണ്, ഓക്കെ. ബട്ട് ഏതൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബ്ലാങ്ക് ആയിരിക്കണം. മേക്ക് യുവർ മൈൻഡ് സെറ്റ്, നിങ്ങൾ അതിന് എഫേർട്ട് തന്നെ ഇടണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമേഷനും ഇല്ലാത്ത ബ്ലാങ്ക് മൈൻഡ് സെറ്റ് ആയിരിക്കണം.
റൈറ്റ്. ബ്ലാങ്ക് മൈൻഡ് സെറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇനി പോകാൻ നോക്കുന്നത് ലോങ് ടൈമിൽ ഗോൾ സെറ്റ് ചെയ്ത് പല ഗോളിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇൻഗ്രെയിൻ ആയിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഒരു കൺസെപ്റ്റ് ഉണ്ട്, ബിലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ബിലീഫ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ബ്ലാങ്ക് മൈൻഡ് സെറ്റ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഈഗോ ഒന്ന് കുറയ്ക്കുക. ഈഗോ ഏറ്റവും കൂടുതൽ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഈഗോ കുറച്ചൊന്ന് കുറയ്ക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇസഡ് ഗ്രൂപ്പിന് വേണ്ടിയാണ്, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയാണ്. നമ്മൾ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. സോ ഒരു ബ്ലാങ്ക് മൈൻഡ് സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് ഞാൻ എന്ത് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഇത്രയും പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആറാം നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഇത്രയും പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ഒരു കീപാഡിലേക്ക് അല്ലെങ്കിൽ നോട്ട് പാഡിലേക്ക് അല്ലെങ്കിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുക. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഓക്കെ, ഞാൻ 10 രൂപ മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു? ആ മൈൻഡ് സെറ്റിനെ കുറിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ മൈൻഡ് സെറ്റ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ കറക്റ്റ്ലി മനസ്സിലാക്കത്തുള്ളൂ. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞ ഈ 6 കാര്യങ്ങളുണ്ട്. ഈ 6 കാര്യത്തിൽ 5 കാര്യങ്ങളാണ് റിയലി ഉള്ളത്. 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഴുതുക എന്നത് മാത്രമാണ്. റൈറ്റ്. ആ 5 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇതുപോലെ അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലും ഒട്ടിക്കുക. എന്താ കാരണം എന്നറിയുമോ? ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഫിസിക്കലി അവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും കാണും. ചിലപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാതിരിക്കുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴോ ഇത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും, മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എനിക്ക് വേണ്ടി ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാനിപ്പോൾ പറയട്ടെ, നിങ്ങൾ എന്തോ തിങ്ക് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓ ഞാൻ ഈ വീഡിയോ കണ്ടത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഇവൻ സ്കാമർ, ഇവൻ എല്ലാവരുടെയും കൂട്ടുക, ഇവൻ ഹൗ ടു മേക്ക് മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും പറഞ്ഞു തന്നില്ല. അവൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പറഞ്ഞില്ല, അവൻ ട്രേഡിങ് ചെയ്യാൻ പറഞ്ഞില്ല, ഇവൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, ഇവൻ ക്രിപ്റ്റോ എന്ന് പറഞ്ഞില്ല, ഇവൻ അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നും പറഞ്ഞില്ല, ഇവൻ കുറേ മൈൻഡ് സെറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നു, ഇവൻ എന്തോ പൊട്ടനാണ് എന്നായിരിക്കും നിങ്ങൾ തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഓ ഞാൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, ഓ അത് ഞാൻ കളർ പ്രഡിക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ട്രേഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, റീസെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, ഓ ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു പ്രശ്നം ഇല്ലേ? ഞാൻ അങ്ങനെ നിങ്ങളെ പറഞ്ഞ് പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നില്ലേ? ഓ ബ്രോ ഇത് ചെയ്തിട്ട് അത് ചെയ്താൽ മതി, എന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മേടിച്ചിട്ട് അത് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇത്രയും രൂപ ഉണ്ടാക്കി എന്നാ വേണ്ടേ? നിങ്ങൾക്ക് അങ്ങനെ വേണ്ടല്ലേ? അങ്ങനെ എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്നതിൻ്റെ കൂട്ട് ഇത്രയും നാൾ നിങ്ങളിത് ആദ്യമായിട്ടല്ലല്ലോ കേരളത്തിൽ ഒരാൾ ഹൗ ടു മേക്ക് മണി എന്നുള്ള വീഡിയോ ഇറക്കുന്നത്? അല്ലല്ലോ. ആണോ? അല്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇറക്കുന്നത് ആദ്യമായിട്ടാണ്. റൈറ്റ്. എൻ്റെ ലക്ഷ്യം പ്യുവർലി ഇത് നിങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്ന്. എൻ്റെ ലക്ഷ്യം നിങ്ങളെ നന്നാക്കുമെന്നൊന്നുമല്ല. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ മഹാദേവനോ ശിവനോ അല്ല, അത്ര വലിയ നല്ല ആളൊന്നുമല്ല ഞാൻ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡുള്ള എല്ലാവരുടെയും ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ തിങ്ക് ചെയ്തത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, എനിക്ക് സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ എൻ്റെ യങ്ങർ സെൽഫാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവന് സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, അവന് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ പൈസ ഇല്ല. അവൻ എന്ത് ചെയ്യും? അവൻ്റെ ഫീലിംഗ് എന്തായിരിക്കും എന്നാണ് എക്സാക്ട്ലി ഞാൻ തിങ്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അതുപോലൊരു ക്രാപ്പും അല്ല ബ്രോയ്ക്ക് വേണ്ടത്. ഒരു ക്രാപ്പും അല്ല. ബിലീവ് ഇൻ മീ. ഈ വീക്കിൽ നിങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത വീക്കിലായിരിക്കും ഇതിൻ്റെ പാർട്ട് 2 വരാൻ പോകുന്നത്. അടുത്ത വീക്കിലായിരിക്കും. വെയിറ്റ് ഫോർ ഇറ്റ്. ഇതിൻ്റെ പാർട്ട് 2 വരും, ഇതിൻ്റെ പാർട്ട് 3 വരും, പാർട്ട് 4ഉം വരും. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലോങ് ടൈം ഗോളിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സീരിയസ് ആയിട്ടുള്ള വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള ടാസ്ക് കാണും, നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണും, എല്ലാം കാണും. ഒരു പാക്ക്ഡ് ആയ സിസ്റ്റമാണ് മണി മേക്കിങ്ങിനെ കുറിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ വർക്ക്. എപ്പം പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്താലല്ല, നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഉപയോഗിച്ച്, ഡിസിപ്ലിൻ ഉപയോഗിച്ച്, ഇസഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിനകത്തൊരു മെമ്പറായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ടെലിഗ്രാം ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനുണ്ട്, ഫ്രീ ആയിട്ടൊരു ഗ്രൂപ്പാണ്. ഒരുത്തനും അവിടെ കയറി വന്നിട്ട് ലിങ്ക് പുട്ട് ചെയ്യാമെന്ന് മാത്രം വിചാരിക്കേണ്ട. നിൻ്റെ ഒന്നും അഫിലിയേറ്റ് മാർക്കറ്റിനകത്ത് കയറി ക്ലിക്ക് ഉണ്ടാക്കാനല്ല ഞാൻ ഇസഡ് ഗ്രൂപ്പ് എന്നൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. നിനക്കത് ലിങ്ക് ആദ്യം ഇടാം, ബട്ട് ആദ്യം ഇട്ടാൽ അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ലിങ്ക് പോസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം നീ മനസ്സിലാക്കുക. ലവ് യു. ഓക്കെ, സോ ഇംപ്ലിമെൻറ്റ് ദിസ്. ആൻഡ് സോറി ഗൈസ്, ദേഷ്യം വരുന്നു. എന്ത് ചെയ്യാനാ? വിഷമം ഉണ്ടാകണ്ട, ദേഷ്യം വരുന്നു. ഓക്കെ, ക്ഷമിക്കൂ. ഇത് മനസ്സിലാക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. ഒരിക്കലും
പൊട്ടനോ റാറ്റായിട്ടുള്ളവനോ അയച്ചു കൊടുക്കരുത്. അവൻ നിങ്ങളെ കളിയാക്കത്തേ ഉള്ളൂ. ഈ മണ്ടനെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഇപ്പം അങ്ങ് എത്തും. അവൻ കളിയാക്കിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി വേണം. നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് ചെയ്യണം. ഈ മണി മേക്കിംഗ് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എൻജോയ് ആയിട്ട് ഇസഡ് ഗ്രൂപ്പിൽ കയറി അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ സെൻഡ് ദിസ് വീഡിയോ ടു എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്, റൈറ്റ്? ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കൂ. നമുക്കിത് ചെയ്യാൻ പറ്റും. I 100% believe in you and I am really excited for you. ഇപ്പം സമയം ഏകദേശം രാത്രി 12 മണി ആയിട്ടുണ്ടായിരിക്കാം. 12 മണി ആയിട്ടുണ്ടായിരിക്കാം. Good morning. You will never walk alone because we are the Set Group. This is not the end. This is the beginning. Love you, brother. Come here.